ഹായ് എവരി വൺ, വെൽക്കം ടു എക്സാം ബൈ USS ചാനൽ. USS ചാമ്പ്യൻസ് ലീഗിൻ്റെ ഭാഗമായി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബയോളജിയിൽ ഉള്ള കുറച്ച് വിഷയങ്ങളാണ്. ബയോളജിയിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഏരിയാസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കൃത്യമായി നോട്ട്സൊക്കെ റെഡിയാക്കി വെക്കുക. ക്വസ്റ്റ്യൻസ് അതേപോലെയല്ല എഴുതേണ്ടത്, അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന പോയിന്റ്സ് മാത്രം എഴുതി വെക്കുക. ഓക്കെ, അതിൻ്റെ കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ മറ്റ് സബ്ജക്റ്റിൻ്റെയും ഇതുപോലെ ബയോളജി മാത്രമല്ല മറ്റ് സബ്ജക്റ്റിനൊക്കെ വീഡിയോസ് വരുന്നുണ്ട്, ഷോർട്സ് വരുന്നുണ്ട്, അതുപോലെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകുന്നുണ്ട്, മെൻഡി ക്യൂസുകൾ ഉണ്ടാകുന്നുണ്ട്, മോക്ക് ടെസ്റ്റുകളൊക്കെ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ചാനലിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് അവൈലബിൾ ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. രണ്ടാമത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴി വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. മൂന്നാമത്തത് ഇത് മാക്സിമം നിങ്ങളുടെ USSന് പഠിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കംപ്ലീറ്റ്ലി ഫ്രീ. നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താലോ എവിടെ ജോയിൻ ചെയ്താലും ഒരു രൂപ പോലും നിങ്ങളോട് ഫീ ചോദിക്കുന്നില്ല. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ഒരു കോഴ്സാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ആ രൂപത്തിൽ തന്നെ അത് ഉപയോഗപ്പെടുത്തുക, പരമാവധി ആളുകളിലേക്ക് എത്തുക. ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ അത് പരമാവധി ആളുകളിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അതെന്ത് ചെയ്യുക, നിങ്ങൾ പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ളത് മോഡലായിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ വിത്ത് റിലേറ്റഡ് ടു ആർട്ടറി? താഴെ കൊടുക്കുന്ന പ്രസ്താവനയിൽ ധമനികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശരിയായ പ്രസ്താവന ഏത്? ബ്ലഡ് വിച്ച് ഹാസ് ലെസ് ക്വാണ്ടിറ്റി ഓഫ് ഓക്സിജൻ. രക്തത്തിൽ ഓക്സിജൻ്റെ അളവ് കുറവായിരിക്കും. ആർട്ടറീസിൽ ഓക്സിജൻ്റെ അളവ് കുറവായിരിക്കും എന്നുള്ളതാണോ ആർട്ടറീസുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? ബ്ലഡ് വിച്ച് ഹാസ് മോർ ക്വാണ്ടിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. രക്തത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുതലായിരിക്കും. അങ്ങനെയും പറയാൻ പറ്റുമോ? ക്യാരീസ് ബ്ലഡ് ഫ്രം ഹാർട്ട് ടു ബോഡി പാർട്സ്. ഹൃദയത്തിൽ നിന്നും ശരീരഭാഗങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു. ക്യാരീസ് ബ്ലഡ് ഫ്രം ബോഡി പാർട്ട് ടു ഹാർട്ട്. ഏതാണ്? നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ പറയാൻ പറ്റും. ആർട്ടറീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർട്ടറീസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ നോക്കേണ്ടത് ഫ്രം ഹാർട്ട് എന്നുണ്ടോയെന്നാണ്, അല്ലേ? അതായത് നമ്മുടെ ഹാർട്ട്, ആ ഹാർട്ടിൽ നിന്നും ബ്ലഡ് കൊണ്ടുപോകുന്നവരാണ് ആർട്ടറീസ്. ഹാർട്ടിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്നവരുണ്ട്. അതാരാ? ഹാർട്ടിലേക്ക് ബ്ലഡ് വരുന്നവരാണ് ബ്രെയിൻ. അത്രമാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. ഓക്കെ, ഈ ഒരു കാര്യം മാത്രം നമ്മൾ ആലോചിച്ച് നോക്കുക. അതായത് ഇത് നമ്മുടെ ഹാർട്ട്. ഓക്കെ, നമ്മുടെ ഹാർട്ട്, അതിൽ ഹാർട്ടിൽ നിന്നും ബ്ലഡ് പമ്പ് ചെയ്യും, അല്ലേ? ഹാർട്ടിൽ നിന്നും ബ്ലഡ് പമ്പ് ചെയ്യും. അത് ഒരു പക്ഷേ അയോർട്ട ആയിരിക്കാം, അല്ലെങ്കിൽ പൾമണറി ആർട്ടറി ആയിരിക്കാം, ഏതും ആയിരിക്കാം. ഹാർട്ടിൽ നിന്ന് ഫ്രം ഹാർട്ട് ആണെങ്കിൽ അതെന്താണ്? ആർട്ടറീസ് ആയിരിക്കും. ഓക്കെ, ഇനി ചിലപ്പല്ല എപ്പോഴും ഹാർട്ടിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്നത് ടു ദ ഹാർട്ട് ആരായിരിക്കും? വെയിൻസ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ആർട്ടറീസ് ആൻഡ് വെയിൻസിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഫ്രം ഹാർട്ട് ആണെങ്കിൽ എന്താണ്? ആർട്ടറീസ്. ടു ദ ഹാർട്ട് ആണെങ്കിൽ വെയിൻസ്. അതാണ് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഏതായിരിക്കും? അപ്പോൾ ആൻസർ ഏതായിരിക്കും? ആൻസർ വളരെ ക്ലിയർ ആണ്. ക്യാരീസ് ബ്ലഡ് ഫ്രം ഹാർട്ട് ടു ദ ബോഡി പാർട്സ്. ഹൃദയത്തിൽ നിന്നും ശരീരഭാഗങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു എന്നുള്ളതാണ് ഇതിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ആർട്ടറീസുമായി ധമനികളുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള കാര്യം. അടുത്തൊരു ചോദ്യം. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഫോട്ടോസിന്തസിസ് ഫ്രം ദ ഗിവൺ വൺസ്. ഫോട്ടോസിന്തസിസുമായി ബന്ധപ്പെട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ക്ലോറോഫിൽ അബ്സോർബ് ഓക്സിജൻ. ഹരിതകങ്ങൾ ഓക്സിജനെ ആഗിരണം ചെയ്യുന്നു. ഹരിതകങ്ങൾ ക്ലോറോഫിൽ ഓക്സിജനെ ആഗിരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണോ? അല്ല, സൺലൈറ്റിനെ ആഗിരണം ചെയ്യാനുള്ളതാണ്, അല്ലേ? ഓക്സിജനെ അല്ല. യൂസസ് വാട്ടർ ആൻഡ് ഗ്ലൂക്കോസ്. നമ്മുടെ ഫോട്ടോസിന്തസിസിൽ വാട്ടറിനെയും ഗ്ലൂക്കോസിനെയും ഉപയോഗിക്കുന്നു. അങ്ങനെയാണോ? നമുക്കറിയാം എന്താണ് ഈ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിയാക്ഷൻ എങ്ങനെയാണ് നമുക്കറിയാം. എന്തൊക്കെയാണ് ഫോട്ടോസിന്തസിസ് നടക്കാൻ വേണ്ടത്? കാർബൺ ഡൈ ഓക്സൈഡ് വേണം. എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നത്? ത്രൂ സ്റ്റൊമാറ്റ. ഇതൊക്കെ അറിയാത്തവർ എഴുതി വെക്കണേ. സ്റ്റൊമാറ്റ വഴി കാർബൺ ഡൈ ഓക്സൈഡ് എത്തും, അല്ലേ? പിന്നെന്താ വേണ്ടത്? വാട്ടർ, അല്ലേ? വാട്ടർ വേണം. അതെവിടുന്നാണ് വരുന്നത്? റൂട്ടിൽ നിന്ന്, അല്ലേ? ത്രൂ റൂട്ട്സ്. കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ, അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് ത്രൂ സ്റ്റൊമാറ്റ. ഇത് ത്രൂ റൂട്ട്സ്. ഓക്കെ, ഇതാണ് പ്രധാനമായിട്ടും നമ്മുടെ ഫോട്ടോസിന്തസിസ് നടക്കാൻ വേണ്ടത്. ഇൻ ദ പ്രസൻസ് ഓഫ് ക്ലോറോഫില്ലിൻ്റെ പ്രസൻസിൽ, അല്ലേ? ക്ലോറോഫിൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ നമുക്കൊക്കെ ഫോട്ടോസിന്തസിസ് നടത്തിക്കൂടെ? ആൻഡ് സൺലൈറ്റ് നിർബന്ധമാണ്, അല്ലേ? ക്ലോറോഫില്ലാണ് സൺലൈറ്റിനെ ആഗിരണം ചെയ്യുന്നത്. എന്താ ഉണ്ടാവുക? ഗ്ലൂക്കോസ്, അല്ലേ? അവിടെയാണ് ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലേ?
ഗ്ലൂക്കോസ് പ്ലസ് ഓക്സിജൻ. അപ്പം ഗ്ലൂക്കോസും ഓക്സിജനും ഉണ്ടാകുന്നു. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടി ചേർന്ന് ഇൻ ദ പ്രസൻസ് ഓഫ് ക്ലോറോഫിൽ ആൻഡ് സൺലൈറ്റ് ഗ്ലൂക്കോസ് പ്ലസ് ഓക്സിജൻ ഉണ്ടാകുന്നു. ഇതാണ് എന്ത്? ഫോട്ടോസിന്തസിസ്. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞതെന്ന് വെച്ചാൽ വാട്ടറും ഗ്ലൂക്കോസും ചേരുന്നു. അല്ല, വാട്ടറും ഗ്ലൂക്കോസും അല്ല ഇവിടെ ഉപയോഗിക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ്. ഗ്ലൂക്കോസ് ഉണ്ടാവുന്നതാണ്, ഓക്സിജൻ ഉണ്ടാവുന്നതാണ്. ഓക്സിജൻ പ്രോഡക്റ്റാണ്. ഓക്സിജനും ഗ്ലൂക്കോസും പ്രോഡക്റ്റാണ്. ഇത് രണ്ടും എന്താണ്? ഇതാണ് ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ യൂസസ് വാട്ടർ ആൻഡ് ഗ്ലൂക്കോസ് എന്നുള്ളത് ശരിയാണോ? അല്ല, വാട്ടർ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഗ്ലൂക്കോസ് ഉപയോഗിക്കുന്നില്ല. സോ അതും തെറ്റാണ്. ഓക്സിജൻ ഈസ് റിലീസ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിൻ്റെ സമയത്ത് ഓക്സിജൻ റിലീസ് ചെയ്യുന്നു. ഓക്സിജൻ റിലീസ് ചെയ്യുന്നില്ലേ? ഉണ്ട് അല്ലേ? നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് കണ്ടു. കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ ഗിവ്സ് ഗ്ലൂക്കോസ് പ്ലസ് ഓക്സിജൻ. ആ ഓക്സിജൻ റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ റിലീസ് ചെയ്യുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് റിലീസ്ഡ് ത്രൂ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് വഴി കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ റിലീസ് ചെയ്യുന്നില്ല അല്ലേ? റിലീസ് ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പുറത്തെ ഭാഗത്തുള്ളതാണ്. ഒന്നുകൂടി നമ്മൾ ശരിക്കും മനസ്സിലാക്കണേ. കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ ഇത് രണ്ടും യൂസ് ചെയ്യുന്നു. യൂസസ് അല്ലേ? ഇത് രണ്ടും യൂസ് ചെയ്യുന്നു. ഗിവ്സ്, ഞാൻ ക്ലോറോഫിലും സൺലൈറ്റും എഴുതുന്നില്ല. ക്ലോറോഫിൽ ആൻഡ് സൺലൈറ്റ് എന്താ ഉണ്ടാവുന്നത്? ഗ്ലൂക്കോസ് പ്ലസ് ഓക്സിജൻ. ഇത് രണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്നു. മനസ്സിലായില്ലേ? ഇത് രണ്ടും യൂസ് ചെയ്യുന്നു, ഇത് രണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നു. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ വളരെ ക്ലിയർ ആണ്. ഓക്സിജൻ ഈസ് റിലീസ്ഡ്, അതാണ് ശരിയായത്. പിന്നെ പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ ഓക്സിജൻ പുറത്തു വരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? പിന്നെ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നു, അതിനെ വാട്ടറുമായിട്ട് കൂട്ടിച്ചേർത്ത് ഗ്ലൂക്കോസും ഓക്സിജൻ ഉണ്ടാകുന്നു, ആ ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു അല്ലേ? അപ്പോൾ അതാണ് സംഭവിക്കുന്നത്. ഓപ്ഷൻ സി അല്ലേ? സി ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. അടുത്തൊരു ചോദ്യം കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു കമൻറ്റിലൂടെ നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് തരികയാണ്. നിങ്ങളെല്ലാവരും ഇതിൻ്റെ ആൻസർ കമൻ്റായിട്ട് ചെയ്യണം. ഓക്കെ. സിൽക്ക് വേം റിയറിംഗ് ഈസ് നോൺ. പട്ടുനൂൽപ്പുഴു വളർത്തൽ അറിയപ്പെടുന്നത് സിൽവി കൾച്ചർ, പിസി കൾച്ചർ, സെറി കൾച്ചർ, ഫ്ലോറി കൾച്ചർ. ഒരുപാട് കൾച്ചറുകൾ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതിൽ ഏതാണ് സിൽക്ക് വേം റിയറിംഗ്? ഏതാണ്? പിസി ആണോ, സിൽവി ആണോ, സെറി ആണോ, ഫ്ലോറി ആണോ എന്നുള്ളത് എഴുതുക. നിങ്ങൾ അതിൻ്റെ ആൻസർ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അറിയാൻ നോക്കട്ടെ പിസി കൾച്ചറും ഫ്ലോറി കൾച്ചറൊക്കെ എന്താണ് എന്നുള്ളത്, എന്തിൻ്റെ കൾച്ചറിങ് ആണ് എന്നുള്ളത് കൂടി നിങ്ങൾക്ക് അറിയാമെങ്കിൽ. കാരണം അതും USSൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും ഈ കൾച്ചറിങ്, ഈ പിന്നെ ഫ്ലവറിങ് പ്ലാന്റ്സ്, അതുപോലെ തന്നെ ഫിഷസ്, റാബിറ്റ്സ്, അങ്ങനെ ഓരോന്നിൻ്റെയും കൾച്ചറിങ്ങും എന്ത് ചെയ്യാറുണ്ട്? USSൽ ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ജസ്റ്റ് ഈ സിൽക്ക് വേം റിയറിങ് മാത്രം അറിഞ്ഞാൽ പോരാ, ബാക്കിയുള്ളത് കൂടി അറിയണം. അതുകൊണ്ട് നിങ്ങൾ ബാക്കിയുള്ളത് കൂടി നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. ഓക്കെ. അപ്പോൾ അത് നമുക്ക് നോക്കാം. ആരാണ് ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. കമൻറ്റിൽ ഏറ്റവും കൂടുതൽ ആരുടെ ഇതിലാണ് ഉള്ളതെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഏതായാലും നമുക്ക് അത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാണ്ട്, അതൊക്കെ നമുക്ക് അടുത്ത ഭാഗങ്ങളിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.